Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds. Celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സമൂഹത്തിൽ നിന്ന് ലഹരിയെ തുടച്ചു നീക്കാനെന്ന ഉദ്ദേശത്തോടെ നാടെങ്ങും ജൂൺ 26 ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു. ലഹരിക്കടിമപ്പെട്ട യുവതലമുറയെ മോചിപ്പിക്കാൻ ആവശ്യമായ ചികിത്സകളും ശ്രമങ്ങളും ചെയ്യാൻ നാം തയ്യാറാവണമെന്ന് ഈ വർഷത്തെ സന്ദേശം. ലഹരിക്കെതിരായ പ്രതിരോധ ചികിത്സയെക്കുറിച്ചും നീതിന്യായ സംവിധാനങ്ങളെപ്പറ്റിയും ബോധവാന്മാരാകണമെന്നും ആഹ്വാനം. പയ്യന്നൂർ അന്നൂർ കൊരവയലിൽ പട്ടാപ്പകൽ വീട്ടിൽ കയറി കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി വയോധികയുടെ സ്വർണം കവർന്നു. അന്നൂർ കൊരവയലിലെ 66-കാരി സാവിത്രിയുടെ 2.25 പവൻ മാലയും കമ്മലുമാണ് മോഷ്ടാവ് കവർന്നത്. പയ്യന്നൂർ എടാട്ട് നടന്നുപോവുകയായിരുന്ന വനിതാ ഹോട്ടൽ ജീവനക്കാരിയുടെ മാല സ്കൂട്ടിയിലെത്തി കവർന്ന നിരവധി മോഷണക്കേസിലെ പ്രതിയെ പോലീസ് പിടികൂടി. പാലക്കാട് മണ്ണാർക്കാട് കൊട്ടോപ്പാടം സ്വദേശി PJ സണ്ണിയെയാണ് പയ്യന്നൂർ SI P യദുകൃഷ്ണന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. കുഞ്ഞിമംഗലം മല്ലിയോട്ട് പാലോട്ടുകാവിനെയും ക്ഷേത്രസ്ഥാനികരെയും അപകീർത്തിപ്പെടുത്താനുള്ള നീക്കം പൊതുസമൂഹം തിരിച്ചറിയണമെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ. ക്ഷേത്രത്തിലും സമൂഹത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ചില ദുഷ്ടശക്തികൾ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്നും നാട്ടിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള നീക്കങ്ങൾ നേരിടുമെന്നും ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ. വിശദമായ വാർത്തകളിലേക്ക്. പയ്യന്നൂർ അന്നൂർ കൊരവയലിൽ പട്ടാപ്പകൽ വീട്ടിൽ കയറി കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി വയോധികയുടെ സ്വർണം കവർന്നു. അന്നൂർ കൊരവയലിലെ 66-കാരി സാവിത്രിയുടെ 2.25 പവൻ മാലയും കമ്മലുമാണ് മോഷ്ടാവ് കവർന്നത്. വ്യാഴാഴ്ച രാവിലെ 10:30യോടെയായിരുന്നു സംഭവം. അടുക്കളയിൽ പണിത്തിരക്കിലായിരുന്ന സാവിത്രി വീടിന്റെ കോളിംഗ് ബെല്ലടിക്കുന്നത് കേട്ട് വാതിൽ തുറന്നപ്പോൾ നീല റെയിൻകോട്ട് ധരിച്ചെത്തിയ മോഷ്ടാവ് അകത്ത് കയറുകയും സാവിത്രിയുടെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി സ്വർണമാലയും കമ്മലും കവർന്ന് ഓടി രക്ഷപ്പെടുകയുമായിരുന്നു. പിടിവലിക്കിടെ പരിക്കേറ്റ സാവിത്രി പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. കത്തി വീട്ടിൽ തന്നെ ഉപേക്ഷിച്ച നിലയിൽ പിന്നീട് കണ്ടെത്തി. ഒന്നും മനസ്സിലാകുന്നില്ല. കുറേ സമയത്തേക്ക് എനിക്ക് എണീക്കാനാവില്ല. എന്നിട്ടാണ് അവരെ വിളിക്കുന്നത് ഞാൻ. പ്രതി രക്ഷപ്പെടുന്നതിന്റെ CCTV ദൃശ്യം നെറ്റ്വർക്ക് ചാനലിന് ലഭിച്ചു. സംഭവ സമയത്ത് സാവിത്രി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇതറിഞ്ഞുകൊണ്ട് ആസൂത്രിതമായി തന്നെയാണ് മോഷണം നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. വീട്ടുകാർ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പയ്യന്നൂർ മേഖലയിൽ അടുത്തിടെയായി ഇത്തരത്തിൽ വിവിധ മോഷണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. വർദ്ധിച്ചുവരുന്ന മോഷണം പ്രദേശവാസികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ എടാട്ട് നടന്നുപോവുകയായിരുന്ന വനിതാ ഹോട്ടൽ ജീവനക്കാരിയുടെ മാല സ്കൂട്ടിയിലെത്തി കവർന്ന നിരവധി മോഷണക്കേസിലെ പ്രതിയെ പോലീസ് പിടികൂടി. പാലക്കാട് മണ്ണാർക്കാട് കൊട്ടോപ്പാടം സ്വദേശി PJ സണ്ണിയെയാണ് പയ്യന്നൂർ SI P യദുകൃഷ്ണന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. പാലക്കാട് മണ്ണാർക്കാട് കൊട്ടോപ്പാടം സ്വദേശി ജോസഫിന്റെ മകൻ പൂവത്താണിയിൽ ഹൌസിൽ PJ സണ്ണിയെയാണ് പയ്യന്നൂർ SI P യദുകൃഷ്ണന്റെ നേതൃത്വത്തിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നൌഫൽ അഞ്ചില്ലത്ത്, AG അബ്ദുൾ ജബ്ബാർ, പ്രമോദ് എന്നിവരടങ്ങിയ സംഘം പിടികൂടിയത്. സ്റ്റേഷൻ പരിധിയിൽ 8/6/2025 തീയതി രാവിലെ 8 മണിയോടെ ബസ് ഇറങ്ങി നടന്നു പോവുകയായിരുന്ന തങ്കമണി എന്ന സ്ത്രീയുടെ മാല പൊട്ടിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ 695/25 ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ആ കേസിൻ്റെ ശാസ്ത്രീയമായ അന്വേഷണത്തിന് ശേഷം കേസിലെ പ്രതിയായ സണ്ണി ജോസഫ് എന്നയാളെ
ഇന്നലെ രാവിലെ എറണാകുളം അങ്കമാലി എന്ന സ്ഥലത്ത് വെച്ച് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുള്ളതും നിരവധി CCTV ദൃശ്യങ്ങളും ഫോൺ കോളുകളും പരിശോധിച്ച് ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെയാണ് ഈ കേസ് തെളിയിക്കാൻ വേണ്ടി സാധിച്ചത്. ഈ കേസിൽ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരായ പ്രമോദ് കടമ്പേരി, അബ്ദുൾ ജബ്ബാർ, സ്ക്വാഡ് അംഗങ്ങളായ നൗഫൽ, അഞ്ചില്ലത്ത്, അബ്ദുൾ റൌഫ് എന്നീ പോലീസ് ഉദ്യോഗസ്ഥരും ഈ സ്ക്വാഡിലുണ്ടായിരുന്നു. ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ എറണാകുളം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപം അത്താണിയിൽ വെച്ചാണ് മോഷണത്തിനുപയോഗിച്ച സ്കൂട്ടിയുമായി പ്രതി പിടിയിലാകുന്നത്. പാലക്കാട്, മലപ്പുറം ജില്ലകളിലായി കൂട്ടബലാത്സംഗ കേസ് ഉൾപ്പെടെ 9ഓളം കേസിലെ പ്രതി കൂടിയാണ് പോലീസ് പിടിയിലായ സണ്ണി. എടാട്ടും പരിസര പ്രദേശത്തെയും നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച അന്വേഷണത്തിലുമാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. തുടർന്ന് പോലീസ് അന്വേഷണം പാലക്കാട്ടേക്ക് വ്യാപിപ്പിക്കുകയായിരുന്നു. മാല കവർന്ന ശേഷം കൊത്തായിമുക്ക്, ചെറുപുഴ, രാജഗിരി, ചിറ്റാരിക്കാൽ വഴി ചീമേനിലെത്തുകയും പിന്നീട് മോഷണ വാർത്തകൾ പ്രചരിച്ചതോടെ വാഹനവുമായി കടന്നു കളയുകയുമായിരുന്നു. ജൂൺ 7 ശനിയാഴ്ച രാവിലെ 8 മണിയോടെയാണ് മോഷ്ടാവ് ഏഴിലോട് പുറച്ചേരിയിലെ കുഞ്ഞിരാമന്റെ ഭാര്യ MV തങ്കമണിയുടെ താലിമാല വലിച്ചു പൊട്ടിച്ച് കവർന്ന ശേഷം കടന്നു കളഞ്ഞത്. എടാട്ട് കോളേജ് സ്റ്റോപ്പിൽ ബസ്സിറങ്ങി ജോലി ചെയ്യുന്ന വനിതാ ഹോട്ടലിലേക്ക് നടന്നു പോകുമ്പോൾ റോഡരികിൽ നിൽക്കുകയായിരുന്ന പ്രതി കഴുത്തിൽ നിന്നും സ്വർണ്ണമാല പൊട്ടിച്ചെടുത്ത് ഇരുചക്ര വാഹനത്തിൽ കടന്നു കളയുകയായിരുന്നു. സ്ത്രീ ബഹളം വെച്ച് പിറകെ ഓടിയെങ്കിലും മോഷ്ടാവ് സ്കൂട്ടറിൽ അതിവേഗത്തിൽ രക്ഷപ്പെടുകയായിരുന്നു. 1.25 ലക്ഷത്തോളം വില വരുന്ന താലി ഉൾപ്പെടെയുള്ള 2.5 പവനോളം തൂക്കം വരുന്ന മാലയാണ് മോഷ്ടിച്ചതെന്ന തങ്കമണിയുടെ പരാതിയിൽ കേസെടുത്ത പയ്യന്നൂർ പോലീസ് നടത്തിവന്ന അന്വേഷണത്തിലാണ് 17 ദിവസത്തിനു ശേഷം പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുകുന്നിൽ 54-കാരിയെ പീഡിപ്പിച്ച് സ്വർണവും പണവും കാറും കവർന്ന കേസിൽ പ്രതി കണ്ണപുരം പോലീസ് പിടിയിൽ. മുഴപ്പിലങ്ങാട് സ്വദേശി വി ഫലീലാണ് അറസ്റ്റിലായത്. ഇയാൾ ഇതിനോടകം പല ആളുകളിൽ നിന്നും കോടികൾ തട്ടിയെടുത്തതായും സൂചനയുണ്ട്. പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 54-കാരിയെ വ്യാജരേഖയുണ്ടാക്കി വിവാഹം കഴിച്ചതായി തെറ്റിദ്ധരിപ്പിച്ച് ഫലീൽ പീഡിപ്പിക്കുകയായിരുന്നു. ഇവരിൽ നിന്നും സ്വർണവും പണവും കാറും തട്ടിയെടുത്തതായും പരാതിയുണ്ട്. ചെറുകുന്ന് പള്ളിച്ചാലിലെ അപ്പാർട്ട്മെന്റിൽ വെച്ചാണ് പീഡിപ്പിച്ചതായി പറയുന്നത്. ഇവരുടെ 23 പവൻ സ്വർണ്ണാഭരണങ്ങളും സ്വത്ത് വിറ്റ് കിട്ടിയ വകയിൽ 30 ലക്ഷം രൂപ കൈക്കലാക്കുകയും ഇവരുടെ പേരിൽ കാർ ലോൺ എടുക്കുകയും ചെയ്തുവെന്നാണ് പരാതി. കണ്ണപുരം CI ബാബുമോൻ പൗലോസിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസം രാത്രി ചെറുവത്തൂർ പയ്യങ്കിയിൽ വെച്ചാണ് ഇയാൾ പിടിയിലായത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പല ആളുകളിൽ നിന്നായി കോടിക്കണക്കിന് രൂപ ഇദ്ദേഹം തട്ടിയെടുത്തതായും പോലീസ് പറയുന്നു. പ്രതി പിടിയിലായ വിവരമറിഞ്ഞ് ഇയാളുടെ ചതിയിൽപ്പെട്ട നിരവധി പേരാണ് കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയത്. വാഹന ഇടപാടുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സ്വദേശിക്ക് 10 ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടത്. ഞാൻ ഈ ചങ്ങായിനെ ഫലീൽ, ഇവന്റെ പേര് ഫലീലാണ്. ഈ ചങ്ങായി അന്ന് 2016 പറ്റിക്കപ്പെട്ടിരുന്നു. ചങ്ങായിനെ ഇപ്പോൾ കണ്ണൂർ CI എന്തോ ഒരു പീഡന കേസിൽ പിടിച്ചിരുന്നില്ല. എനിക്ക് റിപ്പോർട്ട് കിട്ടിയോണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ ആള് ഇവൻ തന്നെ, ശരിയാണ്, ഇവൻ തന്നെ ഫലീലാണ് ഇവന്റെ ഒറിജിനൽ പേര്. ഇവ അത്തായക്കുന്നാണ് കല്യാണം കഴിച്ചത്. ഇവന്റെ ഒറിജിനൽ സ്ഥലം മുഴപ്പിലങ്ങാടി മാമാങ്കുന്ന്, ഇവന്റെ സ്വന്തം പര. കല്യാണം കഴിച്ചത് ഒറിജിനലായിട്ട് ഇവന് അത്തായക്കുന്നാണ്. ഇപ്പൊ ഇവൻ ഒരുപാട് കല്യാണം ഇങ്ങനെ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഇവനൊന്ന് ജസ്റ്റ് ഒന്ന് കാണാന്ന് വിചാരിച്ചിട്ട് ഇവിടെ മൊത്തത്തിലാ എന്റെ ഒരു 10.25 ലക്ഷം രൂപയോളം പറ്റിക്കപ്പെട്ട. അതിൽ 1.5 ലക്ഷം രൂപ തിരിച്ചത് എഗ്രിമെന്റിലാക്കി. ഇവന് വണ്ടി കച്ചവടം, പിന്നെ ഈ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ, പിന്നെ വണ്ടീന്റെ നമ്പറിന്റെ കാര്യം പറഞ്ഞ് ഫാൻസി നമ്പർ എടുത്തതിനാൽ ഇത്ര പൈസ കിട്ടും, ഞാനൊക്കെ RTO ആയിട്ട് ബന്ധമുണ്ട്. അങ്ങനെ RTO ആയിട്ട് ഇവൻ അഭിനയിച്ചു. സുധാകരൻ എന്ന് പറഞ്ഞ പേര് പറഞ്ഞിട്ട് ഇവൻ തന്നെ എന്നോട് പറഞ്ഞിട്ട് ഇവൻ വേറെ നമ്പർ ഇട്ടിട്ട് കൂറ്റ് മാറ്റിയിട്ട് ഞാൻ സുധാകരനെ കണ്ണൂരിലെ RTO എന്നുള്ളത് ഇവൻ നോക്കിയിട്ട് നമ്പറിന്റെ കാര്യമെല്ലാം പറഞ്ഞിട്ട് വേറെ ഇതിൽ. പിന്നെ നമ്മളവിടുന്ന് നമ്മളാ ഇങ്ങോട്ട് ഏകദേശം ഏരിയയിൽ നിന്ന് കുറേ ലൈസൻസിന്റെ പേര് കൊണ്ട് കുറേ ആളടുത്ത് പൈസ പോയി. 20,000, 30,000. അത് വേറെ. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചന്തപുര കൊക്കോട്ട് വയലിൽ ആംബുലൻസും ഓട്ടോയും കൂട്ടിയിടിച്ചു. പരിക്കേറ്റവർ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് ചന്തപുര കൊക്കോട്ട് വയലിൽ ആംബുലൻസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. അപകടത്തിൽ ഓട്ടോറിക്ഷ യാത്രികരായ ശ്രീജിത്ത്, രഞ്ജിനി, നിഖിൽ എന്നിവർക്ക് പരിക്കേറ്റു. ഇവർ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായി തകർന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.
മലബാർ ദേവസ്വം C-D ഗ്രേഡഡ് ക്ഷേത്രങ്ങളിലെ ജീവനക്കാർക്ക് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ശമ്പളമില്ല. ദേവസ്വം ബോർഡിന് കീഴിലുള്ള 5000-ഓളം ജീവനക്കാരാണ് നിത്യവൃത്തിക്ക് പോലും വകയില്ലാതെ ബുദ്ധിമുട്ടുന്നത്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ C-D ഗ്രേഡ് ക്ഷേത്രങ്ങളിലെ 5000-ഓളം ജീവനക്കാർക്ക് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ശമ്പളമില്ല. സർക്കാരിൽ നിന്ന് ക്ഷേത്രങ്ങൾക്ക് ലഭിക്കേണ്ട ഗ്രാന്റ് മുടങ്ങിയതാണ് പ്രതിസന്ധിക്ക് കാരണം. 2023 മുൻപ് ക്ഷേത്ര വരുമാനത്തിന്റെ പകുതി ശമ്പളത്തിനായി മാറ്റിവെക്കണമെന്നായിരുന്നു. ബാക്കി സർക്കാർ നൽകും. എന്നാൽ പുതിയ ഉത്തരവ് പ്രകാരം ശമ്പളത്തിന്റെ 30% അതത് ക്ഷേത്രങ്ങൾ കണ്ടെത്തണം. 70% ഗ്രാന്റായി സർക്കാർ നൽകും. ഇതോടെയാണ് വരുമാനം കുറഞ്ഞ ക്ഷേത്രങ്ങൾ പ്രതിസന്ധിയിലായത്. ഇത്തരം ക്ഷേത്രങ്ങളിൽ നിത്യച്ചെലവിനു പോലും പണം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണ്. ശമ്പളം കൂടി മുടങ്ങിയതോടെ ഇവിടുത്തെ ജീവനക്കാരുടെ ജീവിതവും വഴിമുട്ടി. 2019 ശമ്പള പരിഷ്കരണം നാളിതുവരെയായി C-D ഗ്രേഡ് ക്ഷേത്രങ്ങളിൽ നടപ്പാക്കിയിട്ടില്ല. ഏകീകരിച്ച ശമ്പള പരിഷ്കരണവും നിയമനവും നിർദ്ദേശിക്കുന്ന മലബാർ ദേവസ്വം ബിൽ സർക്കാർ നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന വാക്ക് പാലിക്കാത്തതിൽ ജീവനക്കാർക്ക് പ്രതിഷേധമുണ്ട്. മലബാറിലെ പ്രത്യേകിച്ച് C-D ഗ്രേഡ് ക്ഷേത്ര ജീവനക്കാരുടെ ജീവിതം ഇന്ന് വളരെ പരിതാപകരമാണ്. കാരണം പല C-D ഗ്രേഡ് ക്ഷേത്ര ജീവനക്കാർക്കും ശമ്പളം ലഭിക്കാതെ 6 മാസം അതുപോലെ ഒരു വർഷത്തിലധികമായി. നിലവിൽ മുൻകാലങ്ങളിൽ ഗവൺമെൻറ് ക്ഷേത്ര വരുമാനത്തിൻ്റെ 50% ക്ഷേത്ര ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി അതാത് ക്ഷേത്രം നീക്കി വെക്കേണ്ടത്. ബാക്കി വരുന്ന തുക ഗവൺമെൻറ്റിൽ നിന്നും മാനേജ്മെൻറ്റ് ഫണ്ടിൽ നിന്നും കിട്ടിയിട്ടാണ് ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നത്. ശമ്പള പരിഷ്കരണം വന്നതോടുകൂടി ക്ഷേത്ര ജീവനക്കാരുടെ ശമ്പളത്തിൻ്റെ 30% അതാത് ക്ഷേത്രം കണ്ടെത്തണം എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിലവിലുള്ള വരുമാനം കുറഞ്ഞ പല ക്ഷേത്ര ജീവനക്കാർക്കും ഇപ്പോൾ ശമ്പളം കിട്ടാത്ത ഒരവസ്ഥയിലാണുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. തൃക്കരിപ്പൂർ തൈക്കീൽ ജംഗ്ഷനിൽ യാത്രക്കാരുമായി ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് കാറ്റിൽ തെങ്ങ് മുറിഞ്ഞു വീണു. അപകടത്തിൽ തലനാരിഴയ്ക്കാണ് ദുരന്തം വഴിമാറിയത്. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് അപകടം നടന്നത്. ഇടയിലക്കാട് സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ K. മഹേഷ് തൃക്കരിപ്പൂർ ടൗണിലെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും മെട്ടമ്മൽ കാവില്യാട്ടേക്ക് 2 സ്ത്രീ യാത്രക്കാരുമായി പോകവെയാണ് അപകടമുണ്ടായത്. വെള്ളാപ്പ് തൈക്കൽ റോഡ് ജംഗ്ഷനിൽ എത്തിയപ്പോൾ ഒഴിഞ്ഞ പറമ്പിൽ നിന്നും തെങ്ങ് കടപുഴകി മതിലിനു മുകളിലൂടെ ഓട്ടോറിക്ഷയുടെ മുൻഭാഗത്ത് തെങ്ങിൻ തലപ്പ് പതിക്കുകയായിരുന്നു. ഓട്ടോ ഡ്രൈവർ മഹേഷ് വാഹനം ബ്രേക്കിട്ട് വെട്ടിച്ചതിനാലാണ് ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ പതിക്കുമായിരുന്ന തെങ്ങിന്റെ തലപ്പ് മുൻഭാഗത്തെ ഗ്ലാസും ഇരുമ്പ് പൈപ്പും തകർത്ത് വീണത്. മഹേഷ് കാട്ടിയ മനോധൈര്യത്തെ സഹപ്രവർത്തകർ അഭിനന്ദിച്ചു. ഞാൻ ടൗണിൽ നിന്ന് ഒരു വാടക ഇങ്ങോട്ട് വരുന്ന സമയത്താണ് തൃക്കരിപ്പൂരിൽ വെള്ളാപ്പിലേക്ക് വരുന്ന സമയത്ത് ഈ തെങ്ങ് പെട്ടെന്ന് ഒരു കാറ്റിനങ്ങനെ പൊട്ടി മതിലിൻ്റെ മുകളിലേക്ക് ആദ്യം വീണ്. അതേപോലെ ഇതിൻ്റെ കണ്ട അടക്കം വന്നിട്ട് അതിൻ്റെ മുകളിൽ കണ്ടടക്കം വന്നിട്ട് വണ്ടിയുടെ ഗ്ലാസ്സിനും അതുപോലെ അടിക്കേണ്ടതാണ്. ബാക്കിൽ 2 പാസഞ്ചർ ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കുഞ്ഞിമംഗലം മല്ലിയോട്ട് പാലോട്ടുകാവിനെയും ക്ഷേത്രസ്ഥാനികരെയും അപകീർത്തിപ്പെടുത്താനുള്ള നീക്കം പൊതുസമൂഹം തിരിച്ചറിയണമെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ. ക്ഷേത്രത്തിലും സമൂഹത്തിലും പ്രശ്നങ്ങളുണ്ടാക്കി ചില ദുഷ്ടശക്തികൾ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്നും നാട്ടിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള നീക്കങ്ങൾ നേരിടുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജാതിമത രാഷ്ട്രീയ ഭേദമില്ലാതെ ഐക്യപ്പെട്ടു പോകുന്ന കുഞ്ഞിമംഗലം പ്രദേശത്ത് മല്ലിയോട്ട് പാലോട്ടുകാവിനെ ഉപയോഗപ്പെടുത്തി ക്ഷേത്രത്തിലും സമൂഹത്തിലും പ്രശ്നങ്ങളുണ്ടാക്കി ചില ദുഷ്ടശക്തികൾ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ ആരോപിച്ചു. 3 വർഷം മുൻപ് ചില രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി മുസ്ലിങ്ങൾക്ക് അമ്പലപ്പറമ്പിൽ പ്രവേശനമില്ലെന്ന ബോർഡ് സ്ഥാപിച്ചത് വിവാദമാവുകയും ക്ഷേത്രത്തിനും നാടിനും അപമാനമുണ്ടാക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സമവായ ചർച്ചകൾ പരാജയപ്പെട്ടപ്പോൾ മല്ലിയോട്ടച്ചൻ എടുത്ത തീരുമാനപ്രകാരം ബോർഡ് എടുത്തുമാറ്റുകയായിരുന്നു. ഇതിനുശേഷം പല ഘട്ടങ്ങളിലും തീയക്ഷേമസഭാ പ്രവർത്തകർ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചെന്നും ക്ഷേത്ര സംരക്ഷണ സമിതി അറിയിച്ചു. ക്ഷേത്രം ഉത്സവകാര്യങ്ങളിൽ സഹകരിക്കാതിരിക്കുകയും ആഘോഷപിരിവുകൾ നൽകാതിരിക്കുകയും ചെയ്ത് ഉത്സവത്തിന് ഭംഗം വരുത്താൻ ഇക്കൂട്ടർ ശ്രമിച്ചിരുന്നു. ഇതോടൊപ്പം ക്ഷേത്രത്തിലെടുക്കുന്ന പല തീരുമാനങ്ങളിലും വിവാദങ്ങളുണ്ടാക്കി ക്ഷേത്രത്തെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണവർ. കള്ളപ്രചരണമുണ്ടാക്കി പ്രകോപനം സൃഷ്ടിക്കുകയാണ് ഇവരുടെ ലക്ഷ്യമെന്നും ഭാരവാഹികൾ ആരോപിച്ചു. അമ്പലം റോഡ് പഞ്ചായത്തിലേക്ക് വിട്ടുകൊടുത്തെന്നും ശ്മശാനം പൊതുവൽക്കരിക്കുകയാണെന്നും ക്ഷേത്രഭൂമി സർക്കാരിലേക്ക് കൊടുക്കുകയാണെന്നും കള്ളപ്രചരണം നടത്തുകയാണിവർ.
തീയക്ഷേമ സഭയുടെ ആളുകൾ ഓഡിയോ വീഡിയോ ക്ലിപ്പുകളിലൂടെ തെറ്റായ വിവരങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. സമുദായിമാരെയും മല്ലിയോടച്ചനെയും 2 അന്തിതിര്യന്മാരെയും ആചാരസ്ഥാനികരെയും പൊതുജനമധ്യത്തിൽ അവഹേളിക്കാൻ വ്യാജ കേസുകൾ കെട്ടിച്ചമയ്ക്കുകയാണ്. വിവാദങ്ങൾ സൃഷ്ടിച്ച് നാട്ടിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള നീക്കങ്ങൾ നേരിടുമെന്നും ഭാരവാഹികളായ ഇ.പി. ബാലകൃഷ്ണൻ, ടി.പി. സുധാകരൻ, എം. ശശിധരൻ, എം.വി. ഗോപാലൻ, കലശക്കാരൻ കുഞ്ഞപ്പൻ, എം.വി. അശോകൻ, മണ്ഡ്യൻ രാജീവൻ, ചാമുണ്ടി മോഹനൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. അംഗനവാടി ജീവനക്കാർക്ക് വീണ്ടും ഇരുട്ടടിയാവുകയാണ്. പോഷൻ ട്രാക്കറിൽ ഫേസ് റെക്കഗ്നിഷൻ സിസ്റ്റം കൃത്യമായി നടപ്പിലാക്കാൻ കഴിയാത്തത്. സാങ്കേതിക പ്രശ്നങ്ങൾ ഏറെയുള്ളതിനാൽ ഉപഭോക്താക്കൾക്ക് ആനുകൂല്യങ്ങൾ നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ് അംഗനവാടി ജീവനക്കാർ. അങ്കണവാടി ഏരിയയിലുള്ള ഗുണഭോക്താക്കളായ ഗർഭിണി, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്ക് ആദ്യത്തെ പ്രസവത്തിന് 5000 രൂപയും രണ്ടാമത്തെ പ്രസവത്തിൽ 6000 രൂപയും ലഭിക്കുന്ന പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പദ്ധതിയുടെ ആനുകൂല്യം ഇനി ലഭിക്കണമെങ്കിൽ ഗുണഭോക്താക്കളുടെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യണം. എന്നാൽ പലപ്പോഴും നെറ്റ്വർക്ക് പ്രോബ്ലവും നല്ല ഫോണില്ലാത്ത അവസ്ഥയും കാരണം അംഗനവാടി ജീവനക്കാർക്ക് ഇത് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലെത്തിയിട്ടുണ്ട്. ജീവനക്കാർക്കായി സർക്കാർ നൽകിയ ഫോണുകൾ തകരാറിലായിട്ട് 2 വർഷത്തിലധികമായി. അത് നന്നാക്കുവാനോ പകരം മറ്റു ഫോണുകൾ നൽകുവാനോ സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല. തുച്ഛമായ ഓണറേറിയം വാങ്ങുന്ന ജീവനക്കാർക്ക് അവരുടെ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളത്. അതിനിടയിൽ ഒരു നല്ല ഫോൺ വാങ്ങുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണെന്നും ജീവനക്കാർ പറയുന്നു. ഞാൻ ഈ അംഗൻവാടിയിലെ LMSC അംഗമാണ്. എൻ്റെ മകൾ ഇവിടുന്നുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അതുപോലെ 2-3 പ്രാവശ്യം മകളുടെ വന്നിട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായി. ടീച്ചർ 2-3 പ്രാവശ്യം വീട്ടിലേക്കും വന്നു. അത് വാങ്ങിക്കാൻ സാധിച്ചില്ല. നമ്മളത് കുറച്ച് ദൂരമാണ് മകൾ താമസിക്കുന്നത്. വരാനെല്ലാം കുറച്ച് ബുദ്ധിമുട്ടില്ലാന്നുള്ളത്. അപ്പോൾ ഇതിങ്ങനെയാകുമ്പം അംഗൻവാടി ജീവനക്കാർക്കും ഒരു ബുദ്ധിമുട്ടായി തീരാൻ പാടില്ല. ഇത് അംഗൻവാടി നമ്മൾക്കിപ്പം കിട്ടാത്ത സമയത്ത് നമ്മൾ വന്നിട്ട് അംഗൻവാടിയിലെ ടീച്ചറോട് ചോദിക്കുക. അവരൊക്കെ ഇപ്പോൾ നമ്മളോട് പറയാൻ ഉത്തരവില്ലാത്തൊരു അവസ്ഥയിലാണ് അവരുള്ളത്. സാങ്കേതികമായ ഇത്തരം പ്രശ്നങ്ങളുടെ പേരിൽ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ലഭിക്കാതെ വരുന്ന സ്ഥിതിയാണുള്ളത്. ഇതിന് സർക്കാർ എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് അംഗനവാടി ജീവനക്കാർ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തെരുവുനായകളുടെ വിളയാട്ടത്തിൽ ഭയചകിതരായി കഴിയുകയാണ് പയ്യന്നൂർ പുഞ്ചക്കാട് നിവാസികൾ. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പുഞ്ചക്കാട്ടെ MC നിവാസിൽ അതിക്രമിച്ചു കയറിയ തെരുവുനായകളുടെ സംഘം 2 വളർത്തുപൂച്ചകളെ കൊല്ലുകയും ഒരു സ്കൂട്ടർ നശിപ്പിക്കുകയും ചെയ്തു. തെരുവുനായ്ക്കളെ കൊണ്ട് പൊറുതിമുട്ടി പയ്യന്നൂർ പുഞ്ചക്കാട് നിവാസികൾ. കഴിഞ്ഞ ദിവസം രാത്രി പുഞ്ചക്കാട് മുസ്ലിം പള്ളിക്ക് സമീപത്തെ MC നിവാസിലെ റംലയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ തെരുവുനായ്ക്കളുടെ CCTV ദൃശ്യങ്ങളാണിത്. കൂട്ടത്തോടെ വന്ന നായ്ക്കൾ വീട്ടിലെ 2 വളർത്തുപൂച്ചകളെയാണ് ആക്രമിച്ചു കൊന്നത്. പിന്നീട് വീട്ടിൽ നിർത്തിയിട്ട സ്കൂട്ടറിന്റെ സീറ്റടക്കമുള്ള ഭാഗങ്ങൾ കടിച്ചുകീറി നശിപ്പിച്ചു. മുതിർന്നവരും സ്കൂൾ വിദ്യാർത്ഥികളും തെരുവുനായ പേടിയിലാണ് ഇപ്പോൾ കഴിയുന്നത്. പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരമുണ്ടാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ബുധനാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മാത്തിൽ KVDSന്റെ മേൽക്കൂര പറന്നുപോയി. 50 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ബുധനാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മാത്തിൽ KVDSന്റെ മേൽക്കൂര പറന്നുപോയി. വൈകുന്നേരം 5 മണിയോടെയാണ് ശക്തമായ കാറ്റടിച്ചത്. KVDSന്റെ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സെക്ഷന്റെ ഭാഗത്തെ മേൽക്കൂരയാണ് പറന്നുപോയത്. ഈ സമയത്ത് ഇവിടെ ജീവനക്കാർ ഇല്ലാതിരുന്നത് ദുരന്തം ഒഴിവാക്കി. മേൽക്കൂര പോയതോടുകൂടി നിരവധി സാധന സാമഗ്രികൾ നനഞ്ഞ് നശിച്ചു പോയിട്ടുണ്ട്. 50 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ശക്തമായ കാറ്റിലും മഴയിലും KVDS മാത്തിലിൻ്റെ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഷോറൂമിൻ്റെ റൂഫിംഗ് ഷീറ്റ് പറന്നുപോയി. കനത്ത നാശനഷ്ടം ഉണ്ടായി. ഏകദേശം 10 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. യരമം കുറ്റൂർ പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളും പുകയില വിമുക്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി പ്രഖ്യാപിച്ചു. മാതമംഗലം CP നാരായണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പഞ്ചായത്ത് തല പ്രഖ്യാപനം പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ നിർവഹിച്ചു. എരമംകുറ്റൂർ പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളും പുകയില വിമുക്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി പ്രഖ്യാപിച്ചു. മാതമംഗലം CP നാരായണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പഞ്ചായത്ത് തല പ്രഖ്യാപനം പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ നിർവഹിച്ചു. നമുക്കെല്ലാവർക്കും ഏകമനസ്സോടുകൂടി ഈ വിപത്തിനെ
നമ്മുടെ നാട്ടിൽ നിന്ന് ഓടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിലും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് അതിനാവശ്യമായി സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ വിദ്യാലയങ്ങളിലും സ്ഥാപനങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പഞ്ചായത്ത് അംഗം AV രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ ഗോവിന്ദൻ നമ്പൂതിരി വിഷയാവതരണം നടത്തി. അവന്തിക മധുസൂദനൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. P. പ്രദീപ് കുമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ KK സജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സൂംബ ഡാൻസും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വീടിന് മുകളിലേക്ക് മരം പൊട്ടി വീണു. ഏരിയം സ്കൂളിന് സമീപത്തെ N. ധനഞ്ജയന്റെ വീടിന് മുകളിലേക്കാണ് കഴിഞ്ഞ ദിവസം രാത്രി മരം പൊട്ടി വീണത്. കനത്ത കാറ്റിലും മഴയിലും വീടിന് മുകളിലേക്ക് മരം പൊട്ടി വീണു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഏരിയം സ്കൂളിന് സമീപത്തെ N. ധനഞ്ജയന്റെ വീടിന് മുകളിലേക്ക് വലിയ മരം പൊട്ടി വീണത്. സംഭവത്തിൽ വീടിന് സാരമായ കേടുപാടുകൾ പറ്റി. റൂഫിംഗ് ഷീറ്റും വാട്ടർ ടാങ്കും തകർന്നു. സമീപത്തെ മതിൽ തകരുകയും പമ്പ് ഹൌസും കോഴിക്കൂടുകൾക്കും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു 9:30 വലിയ ഭയങ്കരമായിട്ട് ശക്തമായ കാറ്റ് വന്നു. അന്നേരമാണ് പൊട്ടി വീണിട്ടുണ്ടായിരുന്നത്. പിന്നെ അപ്പോഴും എല്ലാവരും വന്ന് നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് മുറിച്ച് വീട്ടിൻ്റെ മുകളിലൊക്കെ വീണിട്ടുണ്ടായിരുന്നു. ടാങ്കിൻ്റെ മതിലിൻ്റെ മുകളിൽ തെങ്ങും കവുങ്ങൊക്കെ പൊട്ടി വീണിട്ടുണ്ടായിരുന്നു. നാട്ടുകാരെല്ലാം കൂടി രാത്രി തന്നെ മുറിച്ച് മാറ്റി വീട്ടിൻ്റെ മുകളിലുണ്ടായിരുന്നത് 1 മണിയായിരുന്നു തീരുമ്പോൾ. ബാക്കി ഇപ്പോൾ ആൾക്കാർ വന്നിട്ട് മുറിച്ച് മാറ്റുന്നുണ്ട്. പഞ്ചായത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1 വർഷം മുമ്പേ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു മുറിച്ച് മാറ്റാൻ വേണ്ടിയിട്ട്. അവർ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, മുറിച്ച് മാറ്റിത്തരാമെന്ന് പറഞ്ഞു. പിന്നെ ഒന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ഇന്നലെ വന്ന് പൊട്ടി വീണത്. അപകട ഭീഷണിയായ ഈ മരം മുറിക്കാൻ ബന്ധപ്പെട്ടവർക്ക് മുമ്പേ പരാതി നൽകിയിരുന്നു. എന്നാൽ മരം മുറിക്കുവാനുള്ള നടപടി അധികൃതർ സ്വീകരിച്ചിട്ടില്ല. വീടിന് മുകളിൽ വീണ മരം നാട്ടുകാരും വൈറ്റ് ഗാർഡും ചേർന്ന് മുറിച്ചു നീക്കി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ പിലാത്തറ കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ പിലാത്തറയിൽ ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജർ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ പിലാത്തറ കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ പിലാത്തറയിൽ ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ ഉദ്ഘാടനം ചെയ്തു. IV ശിവരാമൻ അധ്യക്ഷനായി. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP രോഹിണി, പരിയാരം അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പ്രജീഷ് ഏഴോം, പാപ്പിനിശ്ശേരി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ K. അനുശ്രീ, വിജയൻ അടുക്കാടൻ എന്നിവർ സംസാരിച്ചു. ലഹരി വിരുദ്ധ പ്രതിജ്ഞ, ലഘുലേഖ വിതരണം, പോസ്റ്റർ പ്രചരണം, കായിക മത്സരങ്ങൾ എന്നിവ ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. ഡോക്ടർ KM പ്രസീദ്, ഷൈബിൻ നേം തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ നഗരസഭ കരിവെള്ളൂർ, പെരളം, കാങ്കോൽ, ആലപ്പടമ്പ് എന്നീ തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രദേശങ്ങളെ ബന്ധിപ്പിച്ച് പുതിയ സ്വകാര്യ ബസ് സർവീസ് ആരംഭിച്ചു. ബസിന്റെ ഫ്ളാഗ് ഓഫ് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ TI മധുസൂദനൻ MLA നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭ കരിവള്ളൂർ, പെരളം, കാങ്കോൽ, ആലപ്പടമ്പ് എന്നീ തദ്ദേശ സ്ഥാപനങ്ങളിലെ കാറമേൽ, കുണിയൻ, പുത്തൂർ, കോറോം, ആലക്കാട്, മാത്തിൽ എന്നീ പ്രദേശങ്ങളെ ബന്ധിപ്പിച്ച് പുതിയ സ്വകാര്യ ബസ് സർവീസ് ആരംഭിച്ചു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ദീർഘകാലത്തെ ആവശ്യമായിരുന്നു ബസ് സർവീസ്. ബസ് റൂട്ടുകളില്ലാത്ത സ്ഥലങ്ങളിൽ റൂട്ട് നിർദ്ദേശിക്കുന്നതിനായി കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ മണ്ഡലം തലത്തിൽ ജനകീയ സദസ്സുകൾ നടന്നിരുന്നു. പയ്യന്നൂർ മണ്ഡലം ജനകീയ സദസ്സിൽ ഉയർന്നുവന്ന ഒരു പ്രധാന നിർദ്ദേശമായിരുന്നു ഈ റൂട്ട്. ബസിന്റെ ഫ്ളാഗ് ഓഫ് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ TI മധുസൂദനൻ MLA നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ VK നിഷാദ് സ്വാഗതം പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ലസാരോ അക്കാദമിയിൽ ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി റാലിയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. റിട്ടയർഡ് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സുരേന്ദ്രൻ VV ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ ലസാരോ അക്കാദമിയിൽ ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി റാലിയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. റിട്ടയർഡ് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സുരേന്ദ്രൻ VV ഉദ്ഘാടനം നിർവഹിച്ചു. 1987 ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. 87 ഇപ്പോൾ 87 കഴിഞ്ഞിട്ട് ഇപ്പോൾ 2025 വരെ ആയിട്ടും ലഹരി കുറയുന്നില്ല, കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ വർഷവും ലഹരി വിരുദ്ധ ദിനം
അല്ല വേൾഡ് ഡ്രഗ് അബ്യൂസ് ഡേ ആചരിക്കുന്നുണ്ടെങ്കിൽ കൂടി ലഹരിയുടെ ഉപഭോഗം നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരുപാട് സ്ഥലങ്ങളിലെ ലഹരി പദാർത്ഥങ്ങൾ നിരവധി കേസുകളിൽ പിടികൂടുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥയും വളരെ പരിതാപകരമാണ്. നമുക്ക് നേരത്തെയൊക്കെ അറിയാം, നമ്മുടെ കേരളം വളരെ വിദ്യാഭ്യാസപരമായിട്ടും ആരോഗ്യപരമായിട്ടും മറ്റെല്ലാ സാംസ്കാരിക മേഖലകളിലും വളരെ ഉയർന്ന മേൽത്തട്ടിലുള്ള ഒരു സംസ്ഥാനമാണെങ്കിലും തുടർന്ന് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ചടങ്ങിൽ പ്രിൻസിപ്പൽ രവിചന്ദ്രൻ വി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ നയന പി, അങ്കിത, കരിഷ്മ, റുക്സാന, അക്കാദമി ലീഡർ തുഫൈൽ, സ്റ്റാഫ് സെക്രട്ടറി അഞ്ജലി KV തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പണി കഴിപ്പിച്ച് നൽകുന്ന ജനതാ ഷോപ്പിയുടെ ഉദ്ഘാടനം പയ്യന്നൂർ സെൻട്രൽ ബസാറിൽ സബ് ട്രഷറി പരിസരത്ത് നടന്നു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. പാലക്കോട് കൗവായി മത്സ്യത്തൊഴിലാളി വികസനക്ഷേമ സഹകരണ സംഘത്തിന്റെ പയ്യന്നൂർ സബ് ട്രഷറിക്ക് സമീപമുള്ള മത്സ്യവിൽപ്പന ഡിപ്പോയോടനുബന്ധിച്ച് ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പണി കഴിപ്പിച്ച് നൽകുന്ന ജനതാ ഷോപ്പിയുടെ ഉദ്ഘാടനം നടന്നു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. സംരംഭമാണ്. അവർക്കൊരു ഔട്ട്ലെറ്റ് ഇതുപോലെ ലഭിക്കുകയും ജനതയുമായി ചേർന്നുകൊണ്ട് ഔട്ട്ലെറ്റ് ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ കൂടിച്ചേരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഈ സമീപത്ത് നടന്നിട്ടുള്ള എല്ലാ വലിയ കൂട്ടായ്മകളും ഇപ്പോൾ പയ്യന്നൂരിൽ നടന്നിട്ടുള്ള അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെൻറ്റ് ഞങ്ങൾ കുറേ പ്രാരംഭപ്പെട്ടില്ലെങ്കിലും ജനതക്കാണ് കോള് മുഴുവൻ അടിച്ചത്. ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് AV കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ ഫിഷറീസ് അസിസ്റ്റന്റ് രജിസ്ട്രാർ സന്തോഷ് കുമാർ PG വിൽപ്പന ഉദ്ഘാടനം നിർവഹിച്ചു. KK ഗംഗാധരൻ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. വാർഡ് കൗൺസിലർ മണിയറ ചന്ദ്രൻ, മത്സ്യഫെഡ് ജില്ലാ മാനേജർ രജിത V, യൂണിറ്റ് ഇൻസ്പെക്ടർ ഉദയകുമാർ KK, ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി T ശ്രീജിത്ത്, സംഘം സെക്രട്ടറി സുധ K, MV ഗോവിന്ദൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ, കേരള സ്റ്റേറ്റിന്റെ വനിതാ വിഭാഗമായ വിമൻസ് ഡെന്റൽ കൗൺസിൽ വിവിധ പരിപാടികൾ പയ്യന്നൂരിൽ വെച്ച് സംഘടിപ്പിച്ചു. പയ്യന്നൂർ കോളേജിൽ വെച്ച് നടന്ന ലഹരി വിരുദ്ധ സെമിനാർ ക്രൈംബ്രാഞ്ച് SP P ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കോളേജിൽ നടന്ന ലഹരി വിരുദ്ധ സെമിനാർ ക്രൈംബ്രാഞ്ച് SP P ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ NG രഘുനാഥ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ സുഭാഷ് മാധവൻ, സ്റ്റേറ്റ് വിമൻസ് വിംഗ് കോർഡിനേറ്റർ ഡോക്ടർ ഷാനി ജോർജ്, സെക്രട്ടറി ഡോക്ടർ റോസ്മേരി TP, കോസ്റ്റൽ മലബാർ പ്രസിഡന്റ് ഡോക്ടർ രശ്മി ഹരിദാസ്, ഡോക്ടർ വിവേക് R നായർ, ഡോക്ടർ പ്രിയത ബാലൻ, ഡോക്ടർ വിഘ്നേഷ് സുന്ദർ, പയ്യന്നൂർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ VM സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഉച്ചയ്ക്ക് പയ്യന്നൂരിൽ നടന്ന ലഹരിവിരുദ്ധ സന്ദേശ റാലി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജിത ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കണ്ണൂർ ഗവൺമെന്റ് ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ്, പയ്യന്നൂർ കോളേജിലെ NSS വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സംഗീത ശില്പം, ലഘുലേഖ വിതരണം, പരിസ്ഥിതി പ്രവർത്തകനായ സുരേന്ദ്രൻ കൂക്കാനത്തിന്റെ ചിത്രപ്രദർശനം, ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള പോസ്റ്റർ ഉദ്ഘാടനം എന്നിവ നടന്നു. വിമൻസ് ഡെന്റൽ കൗൺസിൽ പ്രതിനിധികളായ ഡോക്ടർ വീണ വിജയൻ, ഡോക്ടർ ദീപ UV, ഡോക്ടർ ഭാഗ്യ, ഡോക്ടർ ഐശ്വര്യ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പിലാത്തറ സെന്റ് ജോസഫ് കോളേജ് ആന്റി നർക്കോട്ടിക് കമ്മിറ്റി, IQAC, NSS, ജില്ലാ ഭരണകൂടം, സാമൂഹ്യനീതി വകുപ്പ് കണ്ണൂർ എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ സെന്റ് ജോസഫ് കോളേജിൽ വെച്ച് ജില്ലാതല അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനം ആചരിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ലഹരിവിരുദ്ധ ദിന പരിപാടി ഉദ്ഘാടനം ചെയ്തു. സെന്റ് ജോസഫ് കോളേജ് ആന്റി നാർക്കോട്ടിക് കമ്മിറ്റി, IQAC, NSS, ജില്ലാ ഭരണകൂടം, സാമൂഹ്യനീതി വകുപ്പ് കണ്ണൂർ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സെന്റ് ജോസഫ് കോളേജിൽ വെച്ച് ജില്ലാതല അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ലഹരി വിരുദ്ധ ദിന പരിപാടി ഉദ്ഘാടനം ചെയ്തു. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, അത് കൊടുക്കരുത്, അത് കുടിക്കരുത്.
അതൊക്കെ എത്രയോ കാലം മുമ്പാണ് ശ്രീനാരായണ ഗുരു ഇത് പറഞ്ഞത്, മഹാത്മാഗാന്ധി ഇത് പറഞ്ഞത്. നമ്മൾ ആലോചിക്കണം. പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന പറയുന്നത് മനുഷ്യന് ഒരു ജന്മം മാത്രമേ ഉള്ളൂ. ആ ഒരു ജന്മം കിട്ടണമെങ്കിൽ എത്ര ജന്മം കാത്തിരിക്കണമെന്നാണ് ജ്ഞാനപ്പാനയിൽ പറയുന്നത്. എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുഹൃതത്താൽ. എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും, എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും, എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും, എത്ര ജന്മം മരങ്ങളായി നിന്നതും, എത്ര ജന്മം മരിച്ചു നടന്നതും, എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി. അത് വന്നിട്ട് വണ്ണം ലഭിച്ചു ഒരു മർത്യജന്മം. അപ്പോൾ ഒരു മനുഷ്യജന്മം കിട്ടണമെങ്കിൽ എത്രയോ ജന്മം കാത്തിരിക്കണം. കാത്തിരുന്ന് അങ്ങനെ കിട്ടിയാലോ 10 മാസം വയറ്റിൽ കിടക്കണം. അമ്മയുടെ ഗർഭപാത്രത്തിൽ 10 മാസം കിടന്നെങ്കിലേക്ക് പുറത്തോട്ട് വരാൻ പറ്റും. ഉക്കൽക്കുടി ബന്ധം വേർപെടുത്തി വരണമെങ്കിൽ 10 മാസം അകത്ത് കിടക്കണം. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. 51 വിദ്യാർത്ഥികൾ അംഗങ്ങളായ ആന്റി ഡ്രഗ് പ്രൊട്ടക്ഷൻ ആർമിയുടെ രൂപീകരണ പ്രഖ്യാപനം കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് ഡയറക്ടർ ഡോക്ടർ കെ അനൂപ് നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഡെന്നി ഫിലിപ്പ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തളിപ്പറമ്പ് ഡിവൈഎസ്പി പ്രേമചന്ദ്രൻ കെ ഇ, പാപ്പനശ്ശേരി എക്സൈസ് റേഞ്ച് ഓഫീസർ ഇൻസ്പെക്ടർ അനുശ്രീ കെ എന്നിവർ ലഹരി വിരുദ്ധ ദിനാചരണ സന്ദേശം നൽകി. ഡോക്ടർ ടി വി സുരേഖ, ടി വി കുഞ്ഞിക്കണ്ണൻ, കെ എം അജയകുമാർ, നടാഷ ആഷിഖ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പ്ലാത്തറ. ടുബാക്കോ ഫ്രീ എഡ്യൂക്കേഷണൽ പദവി നേടിയ കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്തു. മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധങ്ങളായ പരിപാടികൾ നടന്നു. ടുബാക്കോ ഫ്രീ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പദവി നേടിയ കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിലും ലഹരി വിരുദ്ധ ദിനത്തിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ, ലഘുനാടകങ്ങൾ, പോസ്റ്റർ രചന, പ്രസംഗം ഉൾപ്പെടെ വിവിധങ്ങളായ പരിപാടികൾ നടത്തി. മാത്തിൽ ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ്, മൈം, സൂംബ ഡാൻസ് എന്നീ പരിപാടികൾ നടത്തിയതോടൊപ്പം തങ്ങളുടെ വിദ്യാലയത്തിന്റെ 100 വാര ചുറ്റളവിലേക്ക് വിദ്യാർത്ഥി മതിൽ കെട്ടി പുകയിലരഹിത മേഖല എന്ന യെല്ലോ ലൈൻ ക്യാമ്പയിനും നടത്തി. യെല്ലോ ലൈൻ മേഖല ഹെൽത്ത് ഇൻസ്പെക്ടറുടെ സാന്നിധ്യത്തിൽ തിട്ടപ്പെടുത്തി മാർക്ക് ചെയ്തു. വാർഡ് മെമ്പർ കെ പങ്കജാക്ഷൻ, സ്കൂൾ പ്രിൻസിപ്പൽ സിബി ജി നായർ, പ്രധാനാധ്യാപിക സുലേഖ പി, PTA പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ, പി സവിത, സ്കൂൾ ലീഡർ സുഹാൻ കൃഷ്ണ, ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ഷാജു, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ KT ജയപ്രകാശ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബ് മാത്തിൽ ടൗൺ, കുറുവേലി സ്കൂൾ എന്നിവിടങ്ങളിൽ അവതരിപ്പിച്ചതോടൊപ്പം ലഘുലേഖ വിതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കേരള ആയുർവേദ തൊഴിലാളി യൂണിയൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ ചെറുവത്തൂർ പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ ധർണ സംഘടിപ്പിച്ചു. CITU ഏരിയ സെക്രട്ടറി കയനി കുഞ്ഞിക്കണ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. പാരമ്പര്യ നാട്ടുവൈദ്യ മേഖലയെ ആയുഷിൽ ഉൾപ്പെടുത്തുക, പാരമ്പര്യ നാട്ടുവൈദ്യ, കളരി, മർമ്മ സിദ്ധ ചികിത്സകൾക്ക് രജിസ്ട്രേഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ആയുർവേദ തൊഴിലാളി യൂണിയൻ CITU ജില്ലാ കമ്മിറ്റി ചെറുവത്തൂർ പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ ധർണ സംഘടിപ്പിച്ചു. CITU ചെറുവത്തൂർ ഏരിയ സെക്രട്ടറി കൈനി കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ക്രിസ്റ്റോ ഗുരുക്കൾ അധ്യക്ഷനായി. സെക്രട്ടറി TV സുരേഷ് ഗുരുക്കൾ, K രാജേഷ് ഗുരുക്കൾ, T പുഷ്പാങ്കദൻ വൈദ്യർ, AP ഗോപാലകൃഷ്ണൻ വൈദ്യർ, K അത്താവുള്ള ഗുരുക്കൾ, മടിക്കൈ കുമാരൻ വൈദ്യർ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കോറോം സർവീസ് സഹകരണ ബാങ്ക് 2024-25 വർഷത്തെ SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികൾക്ക് അനുമോദനം നൽകി. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി KV ലളിത ഉദ്ഘാടനം ചെയ്തു. കോറോം സർവീസ് സഹകരണ ബാങ്ക് 2024-25 വർഷത്തെ SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികൾക്ക് അനുമോദനം നൽകി. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ KM സുലോചന ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് ഓഡിറ്റർ AP ഗംഗാധരൻ, കോറോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ അനൂപ് കുമാർ, ബാങ്ക് പ്രസിഡന്റ് A ബാലകൃഷ്ണൻ, ബാങ്ക് സെക്രട്ടറി KC സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. 80 വയസ്സ് പൂർത്തിയാക്കുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനും രാഷ്ട്രീയ നേതാവുമായ VK രവീന്ദ്രന് തൃക്കരിപ്പൂരിൽ നൽകുന്ന ആദരവ് ജൂൺ 28, 29 തീയതികളിൽ നടക്കും. 29-ന് വൈകുന്നേരം 5:30 നടക്കുന്ന ആദര സമ്മേളനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. 80 വയസ്സ് പൂർത്തിയാകുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനും രാഷ്ട്രീയ നേതാവുമായ VK രവീന്ദ്രന് തൃക്കരിപ്പൂരിൽ നൽകുന്ന ആദരവ് ജൂൺ 28, 29 തീയതികളിൽ നടക്കും. ദർശനപഥം, സ്വരം, സ്മൃതി സംവാദം എന്ന പേരിൽ 4 ഭാഗങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ,
മുൻ സ്പീക്കർ എം വിജയകുമാർ, CMB ജനറൽ സെക്രട്ടറി CP ജോൺ, രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുക്കും. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ 28-ന് ഉച്ചകഴിഞ്ഞ് നടക്കുന്ന മാധ്യമ സെമിനാർ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 5:30-ന് മുൻ സ്പീക്കർ M വിജയകുമാർ പുസ്തക പ്രകാശനം നിർവഹിക്കും. 28-ന് രാത്രി 7 മണിക്ക് ഗായകൻ അലോഷിയുടെ ഗസൽ സന്ധ്യ അരങ്ങേറും. 29-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മാർക്സ്, ഗാന്ധി, ലോഹ്യ, അംബേദ്കർ ദൈക്ഷണിക ജീവിതവും കാഴ്ചപ്പാടും എന്ന വിഷയത്തിൽ നടക്കുന്ന ഓപ്പൺ ഫോറം CMB ജനറൽ സെക്രട്ടറി CP ജോൺ ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 5:30-ന് നടക്കുന്ന ആദര സമ്മേളനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ E ജയചന്ദ്രൻ, മറ്റു ഭാരവാഹികളായ P കുഞ്ഞിക്കണ്ണൻ, VV കൃഷ്ണൻ, PP വേണുഗോപാലൻ, EV ദാമോദരൻ, K മുരളി മാസ്റ്റർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. റീഡിംഗ് തിയേറ്റർ വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമായി. വായനാ മാസാചരണത്തിന്റെ ഭാഗമായി പയ്യന്നൂർ A കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ റീഡിംഗ് തിയേറ്റർ വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി. എഴുത്തുകാരൻ സുസ്മേഷ് ചന്ദ്രോത്തിന്റെ ഹരിതമോഹനം കഥയാണ് റീഡിംഗ് തിയേറ്ററിൽ അവതരിപ്പിച്ചത്. കഥയിലെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾക്ക് ഭാവസാന്ദ്രമായി ശബ്ദം നൽകിയിരിക്കുന്നത് സ്കൂളിലെ അധ്യാപകരും ഓഫീസ് ജീവനക്കാരും തന്നെയാണ്. വരും ദിവസങ്ങളിൽ വിദ്യാർത്ഥികളും കഥാപാത്രങ്ങളുടെ ശബ്ദമായി തീരും. പ്രധാനാധ്യാപിക K ശ്രീലത റീഡിംഗ് തിയേറ്റർ ഉദ്ഘാടനം ചെയ്തു. സന്തോഷ് കുമാർ PV, അനിൽകുമാർ കരിപ്പോടി, പ്രസീത കോക്കാട്ട്, വിനിഷ രഞ്ജിത്ത്, ജീജ RP, സുനു കൊയ്യൻ എന്നിവർ അവതരണത്തിൽ പങ്കെടുത്തു. സുരേഷ് അന്നൂർ, സ്നേഹവല്ലി V, ഷീജ PP, സിന്ധു AV, വിനോദൻ T, രേഖ T എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് പരിധിയിലുള്ള സ്കൂളുകളിലെ എല്ലാ ക്ലാസുകളിലും കൂടുതൽ മാർക്ക് വാങ്ങിയിട്ടുള്ള കുട്ടികൾക്ക് നൽകുന്ന അനുമോദന പരിപാടിക്ക് തുടക്കമായി. കരിവെള്ളൂർ നോർത്ത് UP സ്കൂളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ബാങ്ക് പരിധിയിലുള്ള സ്കൂളുകളിലെ കുട്ടികൾക്ക് ക്യാഷ് അവാർഡുകൾ നൽകുന്ന ഈ വർഷത്തെ പരിപാടിക്ക് തുടക്കമായി. എല്ലാ ക്ലാസുകളിലെയും 1ഉം 2ഉം സ്ഥാനക്കാർക്കാണ് ക്യാഷ് അവാർഡുകൾ നൽകുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് ബാങ്ക് നടത്തിവരുന്ന വേറിട്ട പ്രവർത്തനങ്ങളിൽ ഒന്നാണിത്. കരിവെള്ളൂർ നോർത്ത് UP സ്കൂളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം മുന്നോട്ട് വെച്ചിട്ടുള്ളത് നമുക്കറിയാം ഗുണമേന്മ വിദ്യാഭ്യാസമാണ്. അക്കാദമിക മാസ്റ്റർ പ്ലാൻ അടക്കം തയ്യാറാക്കിക്കൊണ്ടാണ് പുതിയ അധ്യയന വർഷത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. അതുപോലെ സന്മാർഗ പാഠങ്ങൾ 1 മണിക്കൂർ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി നമുക്കറിയാം റോഡ് നിയമങ്ങൾ, അതുപോലെ ലഹരിക്കെതിരെ സാമൂഹ്യ പ്രതിബദ്ധത നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ബോധവൽക്കരണങ്ങൾ, ഇതൊക്കെ 1 മണിക്കൂർ നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്കൂളുകളും അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഏറ്റവും ഇപ്പോൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ലഹരിയാണ്. ലഹരിക്കെതിരെ എങ്ങനെ കുട്ടികളിലേക്ക് ഈ സന്ദേശം ഇത് നിരോധിച്ചുകൊണ്ട് തന്നെ നമ്മൾ പ്രതികരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളത് കുട്ടികളിലേക്ക് ആ ബോധം എത്തിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഈ സന്മാർഗ പാഠങ്ങൾ എന്നുള്ളത് 1 മണിക്കൂറിൽ ലഹരി കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് PV ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K ദിനേശൻ, വാർഡ് മെമ്പർ T തമ്പാൻ, AK രമ, സൗഭാഗ്യ, വാമനൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. വരും ദിവസങ്ങളിൽ എല്ലാ സ്കൂളുകളിലും ക്യാഷ് അവാർഡ് വിതരണം സംഘടിപ്പിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കണ്ടങ്ങാളി പൂന്തുരുത്തി ഊർപ്പഴശ്ശി വേട്ടക്കുരുമകൻ ക്ഷേത്രം LSS, USS, SSLC, +2 മറ്റിതര ഉന്നത പരീക്ഷകളിൽ വിജയിച്ച കോട്ടം അംഗങ്ങളുടെ മക്കളെ അനുമോദിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9846 791555, 9847 497017 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ കാണാം ഒരിക്കൽ കൂടി.
സമൂഹത്തിൽ നിന്ന് ലഹരിയെ തുടച്ചു നീക്കാനെന്ന ഉദ്ദേശത്തോടെ നാടെങ്ങും ജൂൺ 26 ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു. ലഹരിക്കടിമപ്പെട്ട യുവതലമുറയെ മോചിപ്പിക്കാൻ ആവശ്യമായ ചികിത്സകളും ശ്രമങ്ങളും ചെയ്യാൻ നാം തയ്യാറാവണമെന്ന് ഈ വർഷത്തെ സന്ദേശം. ലഹരിക്കെതിരായ പ്രതിരോധ ചികിത്സയെക്കുറിച്ചും നീതിന്യായ സംവിധാനങ്ങളെപ്പറ്റിയും ബോധവാന്മാരാകണമെന്നും ആഹ്വാനം. പയ്യന്നൂർ അന്നൂർ കൊരവയലിൽ പട്ടാപ്പകൽ വീട്ടിൽ കയറി കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി വയോധികയുടെ സ്വർണം കവർന്നു. അന്നൂർ കൊരവയലിലെ 66-കാരി സാവിത്രിയുടെ 2.25 പവൻ മാലയും കമ്മലുമാണ് മോഷ്ടാവ് കവർന്നത്. പയ്യന്നൂർ എടാട്ട് നടന്നുപോവുകയായിരുന്ന വനിതാ ഹോട്ടൽ ജീവനക്കാരിയുടെ മാല സ്കൂട്ടിയിലെത്തി കവർന്ന നിരവധി മോഷണക്കേസിലെ പ്രതിയെ പോലീസ് പിടികൂടി. പാലക്കാട് മണ്ണാർക്കാട് കൊട്ടോപ്പാടം സ്വദേശി PJ സണ്ണിയെയാണ് പയ്യന്നൂർ SI P യദുകൃഷ്ണന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. കുഞ്ഞിമംഗലം മല്ലിയോട്ട് പാലോട്ടുകാവിനെയും ക്ഷേത്രസ്ഥാനികരെയും അപകീർത്തിപ്പെടുത്താനുള്ള നീക്കം പൊതുസമൂഹം തിരിച്ചറിയണമെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ. ക്ഷേത്രത്തിലും സമൂഹത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ചില ദുഷ്ടശക്തികൾ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്നും നാട്ടിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള നീക്കങ്ങൾ നേരിടുമെന്നും ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ. നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.